സർക്കാർ ഉദ്യോഗസ്ഥർ പണിമുടക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ഹൈക്കോടതി. പണിമുടക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ ഉടൻ ജോലിയിൽ പ്രവേശിക്കണമെന്നും നിർദ്ദേശിച്ചു കോടതി. പണിമുടക്കുന്ന സർക്കാർ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ കോടതി അതൃപ്തി അറിയിച്ചു. ഹൈക്കോടതി വിധി സംബന്ധിച്ച് സർക്കാർ നിയമോപദേശം തേടി. പണിമുടക്ക് തടയണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം സ്വദേശിയായ അഭിഭാഷകൻ സമർപ്പിച്ച ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. ജീവനക്കാർക്ക് പണിമുടക്കാനാവില്ലെന്നും പണിമുടക്കുന്നത് നിയമവിരുദ്ധമാണെന്നും കോടതി വ്യക്തമാക്കി. പണിമുടക്ക് വിലക്കിയുള്ള ഉത്തരവ് സർക്കാർ ഉടൻ പുറത്തിറക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഹർജിയിൽ ജീവനക്കാരുടെ സംഘടനകളുടെ വാദം കേൾക്കണമെന്ന സർക്കാർ ആവശ്യം തള്ളിയാണ് കോടതി ഉത്തരവിറക്കിയത്. പണിമുടക്കുന്ന ജീവനക്കാർക്ക് ശമ്പളത്തോടെ അവധി നൽകാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. പണിമുടക്ക് ദിവസം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഹാജർ നിർബന്ധമാക്കുക, ഡേയ്സ് നോൺ പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഹർജിയിലുണ്ട്. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് സർക്കാർ എജിയോട് നിയമോപദേശം തേടി. അതേസമയം ഇന്ന് പണിമുടക്കിയവർ നാളെയും പണിമുടക്കുമെന്നും കേന്ദ്ര സർക്കാരിനെയാണ് കോടതി വിമർശിക്കേണ്ടതെന്നും ATC നേതാവ് KP രാജേന്ദ്രൻ പറഞ്ഞു. വലിയ പിന്തുണയും ഈ സമരത്തിനുള്ളതുകൊണ്ട് അത് ഞങ്ങൾ കൂടുതൽ ശക്തമായി തന്നെ നാളെയും ഈ പണിമുടക്കിന് കൂടുതൽ പിന്തുണയോടുകൂടി ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും. ന്യൂസ് 18 കൊച്ചി. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ഇപ്പോൾ അതിലേക്ക്. Unlike other strikes, this time government is not imposing dice non at all. Government is not imposing dice non, that salary. So government giving salary these 2 days. Otherwise the government will issue an order saying that the government servants who participate in the strike. Because I am not aware of this, and in any case, if there is some directive by the Honorable High Court, then that will have to be carried out. But what about the general reaction on strikes? Because the public is... That is not for me. That is not for me. That is for the elected government to take note of it, not for me. Sir, but generally 2 days a complete strike is on in the street, and it's almost like a band or a hattar. Complete shutdown. Complete shutdown. You are informing me. I had no idea. So, I mean, what you expect from me? So generally the public is suffering because every institution, every government service is not functioning. And for 48 hours it's going to be like a band in Kerala. Okay. And now the Kerala High Court has asked the government to come up with an order saying that government servants cannot participate. So, okay. So would you agree with that? And would you... Do we have any option? Once anything comes from the judiciary, we have to accept it. So one more thing regarding the Kannur University board, have you rejected the amendment which is मेरे पास proposed? अभी तक I have not received anything so far. So if the amendment of the university rules and regulations. According to ഗവർണർ the ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ്. മറ്റു വാർത്തകളിലേക്ക്. ഹൈക്കോടതി വിധിയെക്കുറിച്ച് പഠിച്ച് മറുപടി പറയാമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ പറഞ്ഞത്. ഈ സർക്കാർ ജീവനക്കാരുടെ സമരദിനങ്ങളിലെ അറ്റൻഡൻസുമായി ബന്ധപ്പെട്ട് സമരങ്ങളിലെ അതിക്രമങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്, അവയെ പർവ്വതീകരിക്കരുത്. സമരം നേരത്തെ പ്രഖ്യാപിച്ചതാണ്. തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണം. പണിമുടക്ക് മൂലം ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്നും ആക്രമണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും മന്ത്രി പറഞ്ഞു. ഇത് എത്രയോ നാൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച സമരമാണ്. അത് പത്രപ്രവർത്തകരെ നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഇതിലുണ്ട്, ജനങ്ങളെ ആകെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. കോടതി പറയുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്നാണ്. ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഈ ആളുകൾ ഇപ്പൊ തന്നെ ഈ പാപ്പനംകോടാണെങ്കിൽ ഈ ഓട്ടോറിക്ഷയിൽ നിന്നും രോഗിയെ വലിച്ചു പുറത്തേക്ക് ഇറക്കുകയാണ്. ഈ സമരക്കാർ ഈ പ്രശ്നങ്ങൾ എങ്ങനെ അഡ്രസ് ചെയ്യാം? കോഴിക്കോടാണെങ്കിൽ മനസ്സിലായി, തൊഴിൽ മന്ത്രി കൂടി ആയതുകൊണ്ട് പറയണം. കോഴിക്കോടാണെങ്കിൽ അവിടെ ടയറിന്റെ കാറ്റൂരി വിടുകയാണ്. അതൊന്നും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കേന്ദ്രത്തിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച 48 മണിക്കൂർ പണിമുടക്കിൽ വലഞ്ഞ് ജനം. സ്വകാര്യ വാഹനങ്ങളും സമരക്കാർ തടഞ്ഞതോടെ പണിമുടക്ക് സംസ്ഥാനത്ത് ഹർത്താലിന്റെ പ്രതീതിയാണ് ഉണ്ടാക്കിയത്. പലയിടത്തും അക്രമങ്ങളുണ്ടായി. എറണാകുളം കോതമംഗലത്ത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് മർദ്ദനമേറ്റു. പണിമുടക്കിന്റെ ആദ്യ ദിനത്തിൽ ഹർത്താലിന്റെ പ്രതീതിയാണ് സംസ്ഥാനത്ത്. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങിയില്ല. KSRTCയും സർവീസ് നടത്തിയില്ല. അപൂർവം ചില ഓട്ടോകൾ നിരത്തിലിറങ്ങിയെങ്കിലും സമരക്കാർ തടഞ്ഞതോടെ യാത്രക്കാർ ദുരിതത്തിലായി. എറണാകുളത്ത് ജോലിക്ക് ഹാജരായ പഞ്ചായത്ത് സെക്രട്ടറിയെ പണിമുടക്കാനുകൂലികൾ മർദ്ദിച്ചു. കോതമംഗലം പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മനോജിനാണ് മർദ്ദനമേറ്റത്.
പോലീസ് എത്തി മനോജിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറം അങ്ങാടിപ്പുറത്തും തിരൂരിലും അതിക്രമമുണ്ടായി. തിരൂരിൽ രോഗിയുമായി ജില്ലാ ആശുപത്രിയിലേക്ക് പോയ ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ചു. തിരൂർ മുത്തൂർ മങ്ങാട്ട് യാസിറിനാണ് മർദ്ദനമേറ്റത്. ജില്ലാ ഹോസ്പിറ്റലിന്റെ ഗേറ്റിൽ വെച്ചിട്ട് ഒരു 25ഓളം ആളുകൾ പട്ടിയാൾ അടിക്കണ മാതിരി നിലത്തേക്ക് തള്ളിയിട്ടിട്ട് നിലത്തിട്ട് ചവിട്ട് ചെയ്യുന്ന ഒരു 10-200 ആളുകൾ അവിടെ നോക്കിയിട്ടുണ്ട്. ഗേറ്റിങ്ങിൽ നിലത്തിട്ടിട്ട് തല്ലിയിട്ട് തലടിച്ച് വീണ് തലക്കടിച്ച് മൂക്കിലടിച്ചിട്ട് മൂക്കിന്ന് ബ്ലഡൊക്കെ വന്നി, വായന്ന് ബ്ലഡ് വന്നി. തിരുവനന്തപുരം കാട്ടാക്കടയിൽ കസേരകൾ നിരത്തിയിട്ട് ഇരുചക്ര വാഹനങ്ങളടക്കം തടഞ്ഞത് സംഘർഷമുണ്ടാക്കി. പോലീസ് എത്തിയാണ് സ്ഥിതി ശാന്തമാക്കിയത്. മംഗലപുരത്ത് പണിമുടക്കനുകൂലികൾ പെട്രോൾ പമ്പിന് നേരെ കല്ലെറിഞ്ഞു. ഓഫീസിന്റെ ഗ്ലാസ് ചില്ലുകൾ തകർന്നു. കോഴിക്കോട് നഗരത്തിൽ ഓട്ടോകളിൽ നിന്ന് യാത്രക്കാരെ ഇറക്കിവിട്ടു. കാസർഗോഡ് യാത്രക്കാരും സമരാനുകൂലികളും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ചിലയിടങ്ങളിൽ ഇരുചക്രവാഹനമടക്കം തടഞ്ഞു. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം കൊച്ചി BPCLൽ ജോലിക്കെത്തിയവരുടെ വാഹനം അരമണിക്കൂറിലധികം നേരം സമരാനുകൂലികൾ തടഞ്ഞിട്ടു. എറണാകുളം അമ്പലമുകളിൽ കിറ്റക്സ് വാഹനത്തിനു നേരെ പ്രതിഷേധമുണ്ടായി. കഞ്ചിക്കോട്, ഒറ്റപ്പാലം, കിൻഫ്ര പാർക്കുകളിൽ ജോലിക്കെത്തിയവരെ ട്രേഡ് യൂണിയൻ നേതാക്കൾ മടക്കി അയച്ചു. വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ദേശീയ പണിമുടക്ക് ദിവസത്തിലും എറണാകുളം പള്ളിക്കരയിൽ കടകൾ തുറന്ന് പ്രവർത്തിച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കടകൾ തുറക്കുന്നതിന് പോലീസ് സംരക്ഷണം ഒരുക്കിയിരുന്നു. ഹർത്താൽ പൊതുപണിമുടക്ക് ദിവസങ്ങളിൽ പള്ളിക്കര പതിവ് പോലെയായിരിക്കും. കടകൾ തുറക്കും, ആളുകളെത്തി ആവശ്യത്തിന് സാധനങ്ങളുമായി മടങ്ങും. വാഹനങ്ങൾ ഓടിക്കുന്നതിനും തടസ്സമുണ്ടാകില്ല. പണിമുടക്കിന്റെയും ഹർത്താലിന്റെയും എണ്ണം കൂടി വന്നതോടെയാണ് സമരത്തിന്റെ ഭാഗമായി ഇനി കടകൾ അടയ്ക്കേണ്ടതില്ലെന്ന് വ്യാപാരികൾ തീരുമാനിച്ചത്. കഴിഞ്ഞ 5 വർഷങ്ങളായി പതിവ് തുടരുന്നു. വ്യാപാരികളായി ഞങ്ങൾ ബുദ്ധിമുട്ടി, ഞങ്ങൾ കഷ്ടപ്പെട്ടവരെ സ്ഥാപനം വെച്ച് പുലർത്തിക്കൊണ്ട് പോകുന്നത്. ഇത് അടയ്ക്കാൻ പറയാൻ അവർക്ക് എന്താ അവകാശം? അവർ സമരം ചെയ്തോട്ടെ, 1, 2, 3 ആഴ്ചകൾ സമരം ചെയ്തോട്ടെ. ഞങ്ങൾ അവരുടെ സമരത്തിന് തർക്കമില്ല, ഞങ്ങൾക്ക് സമരത്തോട് യോജിപ്പുണ്ട്. പക്ഷെ ഞങ്ങൾ തുറക്കണ്ട എന്ന് പറയാൻ അവർക്ക് അവകാശമില്ല. കച്ചവടക്കാർക്ക് പൂർണ്ണ പിന്തുണയുമായി നാട്ടുകാരും ഒപ്പമുണ്ട്. മഹാദുരന്തത്തിൽ നിന്ന് ഈ ജനങ്ങളും നമ്മുടെ നാടും ഒക്കെ രക്ഷപ്പെട്ടിട്ട് പതിയെ അതിൻ്റെ ആലസ്യത്തിൽ നിന്ന് കരകയറിയിട്ടില്ല. അന്നേരമാണ് ഇവരുടെ ഈ 2 ദിവസത്തെ പണിമുടക്ക്. ഇത് എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി എന്ന് വിശദീകരിക്കണവരാദ്യം. കടകൾ തുറക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി സമരാനുകൂലികൾ രംഗത്തെത്തിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. പണിമുടക്കിലും മുടക്കമില്ലാതെ CPM പാർട്ടി കോൺഗ്രസ് വേദി നിർമ്മാണം നടക്കുന്നുവെന്ന് പരാതി. സമ്മേളന വേദികളിൽ തൊഴിലാളികൾ പണിമുടക്ക് ദിവസവും ജോലി ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. നായനാർ അക്കാദമിയിലും ടൗൺ സ്ക്വയറിലുമാണ് നിർമ്മാണം നടക്കുന്നത്. ചെന്നൈയിലുള്ള സ്വകാര്യ കമ്പനിക്കാണ് വേദിയുടെ നിർമ്മാണ ചുമതല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന തൊഴിലാളികൾ സമ്മേളന വേദിക്ക് സമീപമുണ്ട് എന്നല്ലാതെ പണിയെടുക്കുന്നില്ല എന്നാണ് CPMന്റെ വിശദീകരണം. പ്രതിനിധി സമ്മേളനത്തിന്റെ വേദി നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞുവെന്ന് ജില്ലാ സെക്രട്ടറി MB ജയരാജൻ പറഞ്ഞു. കേരളത്തിൽ ഹർത്താലിന്റെ പ്രതീതിയാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ ദേശീയ പണിമുടക്ക് കാര്യമായി പ്രതിഫലിച്ചിട്ടില്ല. ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഗതാഗതം പതിവ് പോലെ തന്നെയായിരുന്നു. മുംബൈ, ബാംഗ്ലൂർ ഉൾപ്പെടെ നഗരപ്രദേശങ്ങളെ പണിമുടക്ക് ബാധിച്ചിട്ടില്ല. പശ്ചിമബംഗാളിൽ സമരാനുകൂലികൾ ട്രെയിൻ തടഞ്ഞു. 12 ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തുന്ന ദേശീയ പണിമുടക്ക് കേരളത്തിന് പുറത്ത് പ്രതിഫലിച്ചിട്ടില്ല. ബാങ്കിംഗ് മേഖല ഒഴിച്ചു നിർത്തിയാൽ ജനജീവിതം സാധാരണ നിലയിലാണ്. രാജ്യതലസ്ഥാനമായ ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഗതാഗതം പതിവ് പോലെ തുടരുന്നുണ്ട്. സർക്കാർ സ്വകാര്യ വാഹനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. കടകമ്പോളങ്ങളും തുറന്നു പ്രവർത്തിക്കുന്നു.
ഉൽപാദന നിർമ്മാണ മേഖലകളെയും പണിമുടക്ക് ബാധിച്ചിട്ടില്ല. സർക്കാർ ഓഫീസുകളിൽ ഹാജർ സാധാരണ പോലെയാണ്. കർണാടകയിൽ SSLC പരീക്ഷ തുടങ്ങി. പണിമുടക്ക് ദിനത്തിൽ ഗോവയിൽ പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തു. മുംബൈ, ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള നഗരപ്രദേശങ്ങളിലും തൊഴിൽ മേഖലയിലെ പ്രവർത്തനം പൂർണ്ണമാണ്. പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിൽ സമരാനുകൂലികൾ ട്രെയിൻ തടഞ്ഞു. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ ഇടത് ട്രേഡ് യൂണിയൻ സംഘടനകൾ പ്രകടനം നടത്തി. പണിമുടക്കിന് കേരളത്തിൽ നിന്നുള്ള MPമാർ ഡൽഹിയിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ദേശീയ പണിമുടക്ക് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട TN പ്രതാപൻ, AM ആരിഫ് എന്നിവർ ലോക്സഭയിലും ബിനോയ് വിശ്വം, V ശിവദാസൻ എന്നിവർ രാജ്യസഭയിലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. ന്യൂസ് 18 ഡൽഹി. സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ പ്രതിഷേധങ്ങൾക്കിടെ സുപ്രീം കോടതിയിൽ സർക്കാരിന് ആശ്വാസം. സാമൂഹ്യാഘാത പഠനത്തിനുള്ള സർവേ നടപടികളുമായി സർക്കാരിന് മുന്നോട്ടു പോകാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. സാമൂഹ്യാഘാത പഠനം സ്റ്റേ ചെയ്ത ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ വിമർശിച്ച കോടതി മുൻധാരണകൾ എന്തിനാണ് എന്നും ചോദിച്ചു. സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട കല്ലിടിയിലിനെതിരെ ജനകീയ പ്രതിഷേധങ്ങൾ ശക്തമാകുമ്പോഴാണ് സുപ്രീം കോടതി നടപടി സർക്കാരിന് ആശ്വാസമാകുന്നത്. സാമൂഹ്യ ആഘാത പഠനത്തിനുള്ള സർവേ നടപടികളുമായി സർക്കാരിന് മുന്നോട്ടു പോകാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. സിൽവർ ലൈനിന് എതിരായ ഹർജി സുപ്രീംകോടതി തള്ളി. സർവേ തുടരാമെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് ശരിവെച്ച കോടതി സർവേ തടഞ്ഞ സിംഗിൾ ബെഞ്ച് നടപടിയെ വിമർശിച്ചു. സാമൂഹിക ആഘാത പഠനത്തിന്റെ ഭാഗമായി സർവേ നടത്തുന്നതിൽ എന്താണ് തെറ്റെന്ന് ജസ്റ്റിസ് MR ഷാ അധ്യക്ഷനായ ബെഞ്ച് ഹർജിക്കാരനോട് ചോദിച്ചു. വികസന പദ്ധതികൾ തടയാൻ സുപ്രീംകോടതി ആഗ്രഹിക്കുന്നില്ലെന്നും ബെഞ്ച് വ്യക്തമാക്കി. സിൽവർ ലൈൻ പദ്ധതിക്കായുള്ള സർവേ നടപടികൾ ഉടൻ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട ആലുവ സ്വദേശി സുനിൽ ജെ അറക്കലിനായിരുന്നു സുപ്രീംകോടതിയെ സമീപിച്ചത്. ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ടാണ് സർവേ നടപടികൾ മുന്നേറുന്നത് എന്ന ഹർജിക്കാരന്റെ വാദവും കോടതി തള്ളുകയായിരുന്നു. ന്യൂസ് 18 ഡൽഹി. സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി കേരയിൽ എന്നെഴുതിയ കല്ല് ഇടുന്നതിനെതിരെ ഹൈക്കോടതി. കേരയിൽ എന്ന് രേഖപ്പെടുത്തിയ കല്ലിടാൻ ഡിവിഷൻ ബെഞ്ച് എവിടെയാണ് അനുമതി നൽകിയത് എന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചോദിച്ചു. കല്ലുകൾ സ്ഥാപിക്കുന്നത് തടഞ്ഞ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിട്ടുണ്ടോ എന്നും ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ചോദിച്ചു. ജനങ്ങളെ ഭയപ്പെടുത്താതെ നിയമപ്രകാരം പദ്ധതിയുമായി മുന്നോട്ടു പോകാം. ജനങ്ങളുടെ വേദന കണ്ടില്ല എന്ന് നടിക്കാൻ കോടതിക്ക് സാധിക്കില്ല എന്നും ദേവൻ രാമേന്ദ്രൻ വ്യക്തമാക്കി. ഇമ്രാൻഖാൻ സർക്കാരിനെതിരായ അവിശ്വാസ പ്രമേയം പാകിസ്ഥാൻ നാഷണൽ അസംബ്ലിയിൽ അവതരിപ്പിച്ചു. 152 അംഗങ്ങൾ ഒപ്പിട്ട പ്രമേയം പ്രതിപക്ഷ നേതാവ് ഷെഹബാസ് ഷെരീഫാണ് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ഇമ്രാൻഖാന്റെ പാർട്ടിയിലെ 24 അംഗങ്ങൾ കൂറുമാറിയിട്ടുണ്ട്. ഇമ്രാന് പിന്തുണ നൽകി വന്ന 3 ചെറു പാർട്ടികളും പ്രതിപക്ഷത്തിനൊപ്പമാണിപ്പോൾ. അതിനാൽ അവിശ്വാസം പാസ്സാകുമെന്നാണ് സൂചന. തന്നെ പുറത്താക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ വിദേശ പണം ഉപയോഗിക്കുന്നുവെന്ന് ഇന്നലെ ഇസ്ലാമാബാദിൽ ശക്തിപ്രകടനത്തെ അഭിസംബോധന ചെയ്ത് ഇമ്രാൻഖാൻ ആരോപിച്ചിരുന്നു. ഇതിന്റെ തെളിവുകൾ കൈവശമുണ്ട് എന്നും ഇമ്രാൻഖാൻ അവകാശപ്പെട്ടു. അവിശ്വാസ പ്രമേയം പരിഗണിച്ച ശേഷം നാഷണൽ അസംബ്ലി പിരിഞ്ഞു. വരും ദിവസങ്ങളിൽ ചർച്ചയും വോട്ടെടുപ്പും നടക്കും. ഇടവേളയിലേക്ക്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. രാവിലെ 11 മണിയോടെയാണ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത്. ആലുവ പോലീസ് ക്ലബ്ബിൽ ADGP S ശ്രീജിത്തിന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. കൂടൽമാണിക്യ നൃത്തോത്സവ വേദിയിൽ നിന്നും ഒഴിവാക്കിയതിൽ കടുത്ത നിരാശ ഉണ്ട് എന്ന് ഭരതനാട്യം നർത്തകി BP മൻസിയ. ഹിന്ദു അല്ല എന്ന കാരണം പറഞ്ഞാണ് ഒഴിവാക്കിയത് എന്നും തനിക്ക് മതമില്ലെന്നും മൻസിയ പറഞ്ഞു. അഹിന്ദു ആയതുകൊണ്ടാണ് ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് നടക്കുന്ന പരിപാടിയിൽ നിന്നും ഒഴിവാക്കേണ്ടി വന്നത് എന്നാണ് സംഘാടകരുടെ വിശദീകരണം. തൃശൂർ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള നൃത്തോത്സവത്തിലായിരുന്നു ഏപ്രിൽ 21 വൈകുന്നേരം മൻസിയുടെ നൃത്തം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം പരിപാടിയുടെ സംഘാടകർ മൻസിയെ വിളിച്ച് പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് അറിയിക്കുകയായിരുന്നു. അഹിന്ദു ആയതുകൊണ്ടാണ് ക്ഷേത്ര മതിൽക്കെട്ടിന് അകത്ത് നടക്കുന്ന പരിപാടിയിൽ നിന്നും ഒഴിവാക്കേണ്ടി വന്നതെന്നാണ് സംഘാടകരുടെ വിശദീകരണം. തനിക്ക് നേരിടേണ്ടി വന്ന അനുഭവം BP മൻസിയ ന്യൂസ് 18നോട് പങ്കുവച്ചു. ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, അഹിന്ദുക്കൾക്ക് അവിടെ പ്രവേശനമില്ല എന്ന് പറഞ്ഞു. പല അനുഭവങ്ങൾ കൊണ്ട് ഞാനത് ഇന്ന് മതമില്ലാണ്ടാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴും അവർ പറഞ്ഞത് കല്യാണം കഴിഞ്ഞല്ലോ, അപ്പോൾ ഹിന്ദുവിലോട്ട് കൺവേർട്ടായോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഇല്ല, മതമില്ലാത്ത ഒരാളെ എങ്ങോട്ട് കൺവേർട്ട് ആവാനാണ്. മതമില്ലാത്ത മനസ്സേയും ബാക്കി അവിടെ 4 പേരും കൃത്യം ഹിന്ദു ഫോളോവേഴ്സ്, ദീപം കൊളുത്തി, അങ്ങനെ അത് ഞങ്ങൾ പരസ്പരം ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങോട്ടും ചോദ്യം ചെയ്തിട്ടില്ല, ഇങ്ങോട്ടും ചോദ്യം ചെയ്തു. ക്ഷേത്രത്തോട് ചേർന്നുള്ള സ്റ്റേജുകളിലാണ് കൂടുതലും കയറിയിട്ടുള്ളത്. അന്ന് കേരളം കുറെ കൂടി വിശാലമായിരുന്നു.
എനിക്ക് ഏറ്റവും കൂടുതൽ സ്റ്റേജുകൾ ഞാൻ ചെയ്തത് ക്ഷേത്രങ്ങളിലാണ്. അതൊക്കെ പുറത്തുള്ള സ്റ്റേജുകൾ മാത്രമല്ല, ഏറ്റവും കൂടുതൽ എന്നെ വിളിച്ചിരുന്നത് അതൊരു കാലത്ത്, അതായത് 2007 ഈ ഒരു പ്രശ്നം, ഞങ്ങളുടെ ഒരു പ്രശ്നം വരുന്നത്. കേരളം കുറച്ചുകൂടിയും വിശാലമായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. മുൻപ് നൃത്തം പഠിക്കുമ്പോൾ ഏറെ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അന്നൊക്കെ വിഷമിച്ചിരുന്നു. ഇന്നിപ്പോൾ നിരാശയുണ്ടെങ്കിലും അതെല്ലാം ചിരിച്ചുകൊണ്ട് നേരിടാൻ കഴിയുന്നു. കൂടുതൽ മതേതര നൃത്തവേദികൾ ഉയർന്നു വരേണ്ടതുണ്ടെന്നും മനസ്സിയ. നമുക്കതല്ലാത്ത കുറെ മതേതര വേദികൾ ഒരുക്കാൻ പറ്റുന്ന ഒരു മണ്ണാണ് കേരളം. അപ്പൊ അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നുണ്ട്. ക്ഷേത്രമതിൽക്കെട്ടിന് അകത്ത് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് പരിപാടിയെന്നും അതിനാലാണ് അഹിന്ദുക്കളെ പങ്കെടുപ്പിക്കാൻ കഴിയാത്തതെന്നും കൂടൽമാണിക്യം ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. നിലനിൽക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഹിന്ദുക്കൾക്ക് മതിലിന് അപ്പുറത്തേക്ക് പ്രവേശനമില്ല. അതവരെ അറിയിച്ചു. വളരെ വിഷമമുണ്ട്. നമുക്ക് അറിയപ്പെടുന്നൊരു കലാകാരിയാണ്. വ്യക്തിപരമായിട്ടൊക്കെ എനിക്ക് വളരെ ഞങ്ങൾ ആദരിക്കുന്നൊരു കലാകാരിയാണ്. പക്ഷേ ഞങ്ങൾക്കൊരു ദേവസ്വം ബോർഡിന് നിലനിൽക്കുന്ന നിയമങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും പാലിച്ചേ പറ്റൂ. നിലനിൽക്കുന്ന ആചാരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്നും അതിൽ വിഷമമുണ്ടെന്നും ക്ഷേത്ര ഭാരവാഹികൾ വ്യക്തമാക്കി. കലയെ മതത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും ഇത്തരം തീരുമാനങ്ങൾ കലാകാരിക്ക് സങ്കടകരമായ അനുഭവങ്ങളാണ് ഉണ്ടാക്കുന്നതെന്നും നർത്തകി നീന പ്രസാദ് പ്രതികരിച്ചു. ന്യൂസ് 18 തൃശൂർ, മലപ്പുറം. മതത്തിന്റെ പേരിൽ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ നൃത്തം അവതരിപ്പിക്കുന്നത് വിലക്കി എന്ന വെളിപ്പെടുത്തലുമായി മറ്റൊരു കലാകാരി കൂടി രംഗത്ത് വന്നു. മൻസിയയുടെ തുറന്നു പറച്ചിലിന് പിന്നാലെയാണ് നർത്തകിയായ തിരുവനന്തപുരം സ്വദേശി സൗമ്യ സുകുമാരനും സമാനാനുഭവം പറഞ്ഞത്. അടുത്ത മാസം 21-നാണ് സൗമ്യയുടെ നൃത്ത പരിപാടി നിശ്ചയിച്ചിരുന്നത്. ഇനി മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ ക്രിമിനൽ നടപടി ചട്ടം പരിഷ്കരിക്കുന്നതിനുള്ള ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയാണ് ബിൽ അവതരിപ്പിച്ചത്. അറസ്റ്റിലാകുന്നവരുടെയും ശിക്ഷിക്കപ്പെടുന്നവരുടെയും ശാരീരികവും ജീവശാസ്ത്രപരവുമായ വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസിന് അധികാരം നൽകുന്നതാണ് ബിൽ. ഗോവ മുഖ്യമന്ത്രിയായി പ്രമോദ് സാവന്ത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പനാജിയിലെ ശ്യാമപ്രസാദ് മുഖർജി സ്റ്റേഡിയത്തിലായിരുന്നു ചടങ്ങ്. ഗവർണർ PS ശ്രീധരൻപിള്ള സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വെഞ്ഞാറമൂടിൽ CPM CPI പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റം. സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത പണിമുടക്കാണെങ്കിലും വെഞ്ഞാറമൂട്ടിൽ CPM-ഉം CPI-യും വെവ്വേറെയാണ് പ്രകടനം നടത്തിയത്. CPM-ഉമായി ചേർന്ന് INTUC സമരം നടത്തുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ്. കൃപേഷിനെയും ശരത്ലാലിനെയും വെട്ടിക്കൊന്നവരിൽ CITU-കാർ ഉണ്ട് എന്നത് INTUC മറക്കരുതെന്ന് വൈസ് പ്രസിഡന്റ് NS നസൂർ. പണിമുടക്ക് സംബന്ധിച്ച കോടതി ഉത്തരവിൽ സ്വീകരിക്കേണ്ട തുടർ നടപടികൾ സംയുക്ത സമരസമിതി കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ. യൂത്ത് കോൺഗ്രസിനേത് അവരുടേതായ അഭിപ്രായമെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. തോക്കെടുക്കാൻ പ്രേരിപ്പിച്ചത് ആളുകളുടെ മർദ്ദനമെന്ന് മൂലമറ്റം വെടിവെപ്പ് കേസിലെ പ്രതിയുടെ അമ്മ. പ്രാണരക്ഷാർത്ഥമാണ് ഫിലിപ്പ് വെടിവെച്ചതെന്ന് അമ്മ ലിസി മാർട്ടിൻ. സംസ്ഥാനത്ത് ഇന്ന് 346 പേർക്ക് കോവിഡ്. ഇതിൽ 54 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എറണാകുളത്ത് 76 പേർക്കും തിരുവനന്തപുരത്ത് 54 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ഒരാൾക്ക് മാത്രം കോവിഡ് സ്ഥിരീകരിച്ച കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കുറവ് രോഗികൾ. ചില ഡോക്ടർമാരുടെ രീതി അവസാനിപ്പിച്ചില്ലെങ്കിൽ അതിശക്തമായ നടപടി നേരിടേണ്ടി വരുമെന്ന് മന്ത്രി വീണ ജോർജ്. ശസ്ത്രക്രിയയുടെ തീയതി നിശ്ചയിക്കണമെങ്കിൽ പോലും ചില ഡോക്ടർമാരെ വീട്ടിൽ പോയി കാണേണ്ട അവസ്ഥയാണെന്നും ആരോഗ്യമന്ത്രി. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സൈബർ വിദഗ്ധൻ സായി ശങ്കറിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. ഒന്നാം പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കൊപ്പം സായിയുടെ ഹർജിയും പരിഗണിക്കും. വർക്കല ശിവപ്രസാദ് കൊലക്കേസിൽ 6 പ്രതികളെ ഹൈക്കോടതി വെറുതെ വിട്ടു. ജീവവിരുദ്ധം തടവിന് ശിക്ഷിച്ച തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിനെതിരെ പ്രതികൾ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ്.